വിജയകുതിപ്പിന്റെ 38 വർഷം പിന്നിട്ട വിദ്യാഭ്യാസ മേഖലയിൽ നിസ്വാർത്ഥ സേവനം കൈവരിച്ച് നിലമ്പൂർ ഗുഡ് ഹോപ്പ് സ്കൂൾ മുൻനിരയിൽ. കുറഞ്ഞ ഫീസിൽ കൂടുതൽ സൗകര്യത്തോടെ നിലമ്പൂർ ഗുഡ് ഹോപ്പ് എന്നും നിങ്ങൾക്കൊപ്പം. ഗുഡ് ഹോപ്പ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, നിലമ്പൂർ. നമ്മുടെ നാട് എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്? അധികാരിവർഗം നമ്മെ എങ്ങോട്ടാണ് നയിക്കുന്നത്? കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നടന്ന മയക്കുമരുന്ന് പാർട്ടിയിൽ പങ്കെടുത്തത് ഡോക്ടറും അഭിഭാഷകനും പൈലറ്റുമൊക്കെയാണ്. മയക്കുമരുന്ന് ഉപയോഗിച്ച ഡോക്ടറുടെ മുന്നിലിരിക്കുന്ന രോഗിയുടെ അവസ്ഥ, മയക്കുമരുന്ന് ഉപയോഗിച്ച ഒരു അഡ്വക്കേറ്റിന്റെ മുന്നിലിരിക്കുന്ന ജഡ്ജിയുടെ അവസ്ഥ, മയക്കുമരുന്ന് ഉപയോഗിച്ച് പൈലറ്റിനെ വിശ്വസിച്ച് വിമാനത്തിലിരിക്കുന്ന യാത്രക്കാരന്റെ അവസ്ഥ. ഇത്തരം വിവിധ അവസ്ഥാവിശേഷങ്ങളിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യരാണ് നമുക്ക് ചുറ്റും. പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ആടിത്തിമിർത്തത് 3 യുവതികളടക്കമുള്ള 8 പേരാണ്. ഇവരിൽ നിന്നും കൊക്കൈൻ, MDMA എന്നീ ലഹരി വസ്തുക്കൾ പോലീസ് കണ്ടെടുത്തു. ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനം നടത്തുന്ന തിരുവനന്തപുരം ഷാജി ഫെർണാണ്ടോ ആണ് സംഘതലവൻ. ദന്ത ഡോക്ടർ പന്തളം ബെൻസി റാവുത്തർ, ഫിസിയോതെറാപ്പിസ്റ്റ് കൊല്ലം സെയ്താലി ഫാത്തിമ, ഏവിയേഷൻ വിദ്യാർത്ഥിനി കണ്ണൂർ അമൽ റൌഫ്, അഡ്വക്കേറ്റ് രോഹിത് നായർ കല്ലൂർ, റെസ്റ്റോറന്റ് ഉടമ ഓസ്റ്റിൻ ജോസ് കല്ലൂർ, വ്യവസായി ജിനോ മുരളി ആലുവ, ന്യൂട്രീഷൻ അക്ബർ ഷാ ആലപ്പുഴ തുടങ്ങി സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലുള്ളവരാണ് പോലീസിന്റെ പിടിയിലായത്. നാടിന്റെ യുവത മദ്യത്തിലൂടെയാണ് ആദ്യമായി ലഹരി നുണയുക. പിന്നീടവർ രാസലഹരി തേടിയെത്തും. രാസലഹരി വസ്തുക്കൾ സ്കൂൾ ക്യാമ്പസുകളിൽ വരെ സുലഭമായ കാലം. നാടിനെ ലഹരിയിൽ മുക്കിക്കൊല്ലുന്ന സർക്കാരാണ് ഒന്നാം പ്രതി. 2016 നാം കേട്ടു, ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളാണ് എന്ന പരസ്യം. അന്ന് ബാറുകളുടെ എണ്ണം 100-ൽ താഴെ. 10 വർഷം പിന്നിട്ട് 2026 ആയപ്പോഴേക്കും ബാറുകളുടെ എണ്ണം 1000-നടുത്ത്. ലഹരി വ്യാപനം കുടുംബങ്ങളെയും തലമുറകളെയും സമൂഹത്തെയും തകർക്കുന്നു. ക്രിമിനൽ പ്രവർത്തനങ്ങൾ പെരുകുന്നു. സ്വന്തം രക്തബന്ധത്തെ പോലും തിരിച്ചറിയാനാവാത്ത യുവത്വം. നാടിന്റെ ഭാവി തലമുറ ആപത്തിന്റെ മുൾമുനയിലാണ്. സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലുള്ള 8 പേരുടെ അറസ്റ്റ് പലതും പറയാതെ പറയുന്നുണ്ട്. സംസ്ഥാനത്ത് പുതുതായി അധികാരമേൽക്കുന്ന സർക്കാരിന് ഉത്തരവാദിത്തങ്ങൾ ഏറെയാണ്. പൊളിറ്റിക്കൽ ഡെസ്ക്, നിലമ്പൂർ വിഷൻ, മലപ്പുറം.